ഇന്ന് വളരെ നിസാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ മുഴുവനും മുറിച്ചു മാറ്റുന്നത്. ജ്യേഷ്ഠനനുജന്മാര് സഹോദരങ്ങള് തമ്മിൽ പിണങ്ങുകയാ. അള്ളാന്റെ റസൂല് പറയുകയാ, കുടുംബ ബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കുറച്ചൽപ്പം സമ്പാദ്യം നിന്റെ കയ്യിലേക്ക് വന്നപ്പോ, നീ പണമുണ്ടാക്കാൻ തുടങ്ങിയപ്പോ, നിന്റെ ആർത്തി കാരണം, അഹങ്കാരം കാരണം ജ്യേഷ്ഠനോട് മിണ്ടാൻ, അവരോട് സഹവസിക്കാൻ, സഹോദരങ്ങളോട് സംസാരിക്കാൻ, അവരെ ചേർത്തു പിടിക്കാൻ നിനക്ക് കഴിയുന്നില്ലയോ മുഅ്മിനേ? കൂടെ പിറപ്പിനെക്കാളും വലുതായി നീ നിന്റെ സമ്പത്തിനെ കാണുകയാണ്. നിന്റെ സമ്പത്തിനാണ് നീ പരിഗണന കൊടുക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, അൽ മാലു വൽ ബനൂൻ. അല്ലാഹു നിനക്ക് നൽകിയ സമ്പാദ്യവും നിനക്ക് നൽകിയ മക്കളുമെല്ലാം സീനത്തുൽ ഹയാത്തി ദുനിയാ, ഈ ദുനിയാവാകുന്ന ലോകത്തിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. വൽ ബാഖിയാതുസ് സാലിഹാത്ത്, നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലങ്ങളായി മാറുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മരുമക്കളും സ്ത്രീകളും മറ്റുള്ളവരും സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ കുടുംബത്തെ തകർക്കാൻ കുറ്റപ്പെടുത്തലുകളും പരദൂഷണങ്ങളും ഫിത്നകളും ഫസാദുകളുമായി അവരെ തമ്മിലകറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ നിസാഉം മിൻ നിസാ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കുറ്റം പറയേണ്ടതില്ല. നിന്നെക്കാളും എത്രയോ മാന്യമായ ഖൈറായവളാണ് മറുഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ നീ ആരെയും കുറ്റം പറയേണ്ട മോളെ, ആരെയും ചീത്ത വിളിക്കേണ്ട, പരദൂഷണങ്ങൾ പറയണ്ട, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണ്ട. അല്ലാഹു പറയുകയാ, വലാ തൽമിസൂ അൻഫുസകും, നിങ്ങൾ തമ്മിലടിക്കാൻ പാടില്ല. വലാ തനാബസൂ ബിൽ അൽഖാബ്, മോശമായ പേരുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ പാടില്ല. അവസാനം അല്ലാഹു പറഞ്ഞവസാനിപ്പിക്കുന്നത്, വമല്ലം യതുബ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവൻ അക്രമകാരികളിൽ പെട്ടവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എപ്പോഴും ചേർത്ത് പിടിക്കേണ്ട ബന്ധങ്ങളാണ് കുടുംബ ബന്ധം. അവരെ ചേർത്ത് നിർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.